എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഒരു ഷെറിനെ കുറിച്ചാണ്. എന്താണെന്നറിയില്ല, കുറ്റത്തിനൊരു പാവം പച്ച മനുഷ്യനെ ചെറുപ്പക്കാരൻ കൂട്ടിച്ചേർത്ത് കൊല ചെയ്ത ഒരു കഥാപാത്രമാണ് ഷെറിൻ. സെൻട്രൽ ജയിലിലാണ്. ഒരു VIP പരിവേഷം കൊടുത്താണ് ആ പെണ്ണ് ജയിലിൽ കഴിയുന്നത്. അവിടെയുള്ള സഹതടവുകാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് പല VIPകളും ഈ ഷെറിനെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സംഭവമാണ് ജയിലിൽ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ജയിൽ വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല വെൽ ഡ്രസ്സൊക്കെ ചെയ്ത് അത് ആ സെല്ലിൽ നിന്ന് പുറത്തു പോകും. 2-3 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത്. വലിയൊരു ലോബി ഇതിനെ പുറത്തിറക്കണം, അതിന് എത്രയും വേഗം ശിക്ഷ ഒഴിവാക്കണം, അങ്ങനെ പിന്നിൽ കൂടിയിരിക്കുകയാണ്. അതായത് ഈവൻ നമ്മുടെ ഭരണപക്ഷത്തിലുള്ളവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. പച്ചയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും ഇതൊരു മോശമായ പ്രവണതയാണ്. ഈ ജയിലിൽ ആൾക്കാരെ ഒരു അഡ്മിറ്റ് ചെയ്യുന്നത് അവർക്കൊരു ശിക്ഷയുടെ ഭാഗമായിട്ടാണ്. അവർക്ക് അവിടെ ശിക്ഷ ഒന്നുമില്ല, അവർക്കൊരു VIP പരിഗണന അവിടെ കിട്ടുന്നെങ്കിൽ എന്താണ് ഈ ഷെറിന് ഇത്ര വലിയ ഒരു അട്രാക്ഷൻ? സുന്ദരിയാണ്, കാണുന്നുണ്ട്. അതുമല്ല, കൂടെ ഉള്ള തടവുകാരെ ഈ പെണ്ണ്, ഈ ഷെറിൻ ഒത്തിരി കയ്യേറ്റം ചെയ്യാറുമുണ്ട്. യാതൊരു കുഴപ്പമില്ല. അത് പല ജയിൽ അധികൃതരും ഉള്ള ആ പാനൽ ഷെറിന് നല്ല റിപ്പോർട്ടാണ്. എന്താണ് ഇതിൽ ഈ ജയിലിലുള്ള ഈ ഇൻ്റലിജൻസും അവരെല്ലാം ഒരു നോക്കുകുത്തികളായി പോകും. എനിക്കറിയില്ല. ഇറ്റ് ഈസ് വെരി ഷെയിം. നമ്മുടെ ഇത്ര അധംപതിച്ചു പോയ ഒരു സ്ഥിതിയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? കൊല ചെയ്ത ഒരു പെണ്ണാണ്. എന്താണ് ഇതിനുള്ള ഇത്ര വലിയ മാഹാത്മ്യം? സുന്ദരിയാണ്. അതാണല്ലോ ഇതിനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണമെന്ന് പറയുന്നത്. കാരണം ഇനിയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മൈൻഡ് ഉള്ള ഒരു പെണ്ണാണ്. അവൾ ഇനിയും പലരെയും കൊല്ലും. കാരണം അതൊക്കെ അതിന് ശിക്ഷ അനുഭവിച്ചതൊന്നുമല്ല, അതിനല്ല VIP രീതിയിൽ കൂടെ തന്നെയാണ് അവിടെ കഴിയുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇനിയൊരു കൊല ചെയ്താലും അവൾക്ക് അതിന് ഷീ ഈസ് എ വെൽ ട്രെയിൻഡ് റൈറ്റ് നൗ. സോ ഇതിന് എപ്പോഴാണ് ഒരു അവസാനം കാണുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഈ ഷെറിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന VIPകളോട് ഒന്ന് പറയാനുള്ളത്, ഈ പൊതുജനം കഴുതയല്ല, എല്ലാം കാണുന്നുണ്ട്. നമ്മൾ എന്തു തന്നെ ചെയ്താലും ഈ ഭരണകൂടവും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്നുള്ള രീതിയാണ് ഇപ്പോഴും പല അനുഭവങ്ങളും പല കഥകളും അറിയുന്നത്. സോ ദയവ് ചെയ്ത് ജയിൽ അധികൃതർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ നിസ്സഹായരാണ്. നിങ്ങളെക്കാളും മുകളിലുള്ളവർ വന്നാൽ നിങ്ങൾക്ക് സല്യൂട്ട് അടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്ഥലത്തൊരു ട്രാൻസ്ഫറും ആകും. ഏറ്റവും നാണം കെട്ട മന്ത്രിതലങ്ങളിലുള്ള ആരൊക്കെയോ ഈ ഷെറിന് വേണ്ടി പിന്നിൽ നിന്നും അതിനെ മോചിപ്പിക്കാൻ വർക്ക് ചെയ്യുന്നതായിട്ടാണ്, അതിൻ്റെ പിന്നിൽ കളിക്കുകയാണെന്ന് അറിയുന്നത്. പിന്നെ എന്തിപ്പോൾ ഏതോ ഒരു സഹതടവുകാരിയെ തല്ലിയ കാരണം, പിന്നെ അത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച കാരണം അതിൻ്റെ ശിക്ഷയോ പരോളൊക്കെ ഒന്ന് നീട്ടിയിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. സോ എല്ലാ ഈ ശിക്ഷ അനുഭവിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്തതോ ചെയ്യാത്തതായ കുറ്റങ്ങൾക്കാണ് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നത്. അത്
കറക്റ്റായിട്ട് കോടതിക്ക് പ്രൂഫാകുമ്പോൾ ശിക്ഷയിൽ നിന്നും ഒഴിവാകുന്നു. അങ്ങനെ പലരും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഒഴിവാകാറുണ്ട്. എന്നാൽ ഇവിടെ ശരിക്കും കൊലക്കുറ്റം നടത്തി വന്നവർ അനായാസം അവർക്ക് എല്ലാ ഫ്രീഡവും ജയിലിൽ ലഭിക്കുകയും അവർക്ക് എല്ലാ പരിഗണനയും ഉണ്ടാകുമ്പോൾ ചില തെറ്റുകൾ ചെയ്യാതെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരും ജയിലിനുള്ളിലുണ്ട്. അവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കാതിരിക്കില്ല. സോ നമുക്ക് അധികാരമുണ്ടെങ്കിൽ നമുക്കെന്തും ഇവിടെ സാധിക്കാം, ഇവിടെ നടത്തപ്പെടാൻ സാധിക്കും. ഇതിന് ഉള്ള സപ്പോർട്ട് നമ്മുടെ ഭരണകൂടത്തിൻ്റെ സൈഡിൽ നിന്നുണ്ടാകും. കാരണം അവർ സ്ട്രോങ് ആണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ജയിലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ സംഭവിക്കാത്ത കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുന്നത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവർക്കതിനുള്ള സപ്പോർട്ടും അവർക്കതിനുള്ള എല്ലാ പിന്തുണയും കിട്ടുന്ന കാരണം കൊണ്ട് മാത്രമാണ്. എന്തായിരുന്നാലും ഇതുപോലെ ഇതിപ്പോൾ അറിയപ്പെടുന്ന ഒരു ഷെറിൻ്റെ കഥ മാത്രമാണ്. ഇങ്ങനെ പല ഷെറിന്മാരും ഒക്കെ ഉണ്ടാകും. അതൊന്നും പുറത്തറിയാത്ത കഥകൾ. ഇത് ബൈ ചാൻസിനാണ് ഈ ഷെറിൻ്റെ കഥകൾ അറിയപ്പെടുന്നത്. അതും അവരോടൊപ്പം ഉണ്ടായിരുന്ന സഹതടവുകാരിൽ കൂടി അറിയാൻ സാധിച്ച വസ്തുതകളാണ്. ഇനി അറിയപ്പെടാത്ത പലതും ഈ ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഒന്നുകൂടി ഈ ഭരണപക്ഷത്തോടൊന്ന് പറയുകയാണ്, നിങ്ങളെന്ത് കാണിച്ചാലും പൊതുജനം ഇതെല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ ആരെ രക്ഷപ്പെടുത്താൻ, എന്താണ് ഈ ഷെറിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഇത്ര തിടുക്കം കൂട്ടുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ? അത് പബ്ലിക്കിന് അറിയാൻ ആഗ്രഹമുണ്ട്, എന്നാൽ നിങ്ങൾ അറിയിക്കില്ല. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ ഷെറിനെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് റിലീസ് ചെയ്ത് കൊണ്ടുപോകാൻ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. ഒരു നീണ്ട VIP നിരകൾ തന്നെ ഷെറിനെ കാത്തിരിക്കുക എന്നാണ് അറിവ്. നല്ല കാര്യം, നടക്കട്ടെ. ഇനിയും പല ഷെറിന്മാരും ജയിലിൽ ഉണ്ടാകും. അവർ സുഖമായി ജീവിക്കട്ടെ. അവർക്ക് പ്രൊട്ടക്ഷനാണ്. അവിടെ എല്ലാം എല്ലാ ഗാർഡും എല്ലാം ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാനുള്ള സംവിധാനം ഉള്ളപ്പോൾ പിന്നെ ഇതുപോലെ ഷെറിന്മാർ ഒത്തിരി ഉണ്ടാകും. നമുക്കിതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട്, ഇതിന് തക്കതായ മറുപടി, ഇതിനൊക്കെല്ലാം നല്ല ഭാഷകൾ, ഈ ഷെറിനെയൊക്കെ അതിനെ ഉപയോഗിക്കേണ്ട ഭാഷകളുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ സംസ്കാരം അങ്ങനെയുള്ള ഭാഷകൾ ഉച്ചരിക്കാൻ അനുവദനീയമല്ല. നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കത്തുമില്ല. നമ്മൾ ഒരു സിവിലൈസ്ഡ് രാജ്യത്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് അവതാരങ്ങൾ കേരളത്തിനുണ്ട്. ഈ അവതാരങ്ങളെ സൃഷ്ടിക്കുന്ന കുറച്ച് VIPകളുമുണ്ട്. ഇവരുടെയൊക്കെ അവസാനം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും ഇതെല്ലാം ശിക്ഷ അനുഭവിച്ചേ പോകത്തുള്ളൂ. അങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. ഈ പവർ ഇരിക്കുമ്പോൾ, യൂണിഫൈ ഇരിക്കുമ്പോൾ കാട്ടിക്കൂട്ടിയ ഓരോ തോന്നിയാസം അവരുടെ അവസാന സമയത്ത് വളരെ വളരെ മോശപ്പെട്ട് വളരെ ചിന്തിക്കാൻ വയ്യാത്ത രീതിയിലായിരുന്നു അവർ ഈ ലോകത്ത് നിന്നും മൺമറഞ്ഞത്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ശരിയുള്ള കാര്യമില്ല. എന്തായിരുന്നാലും ഷെറിൻ്റെ ഈ ഷെറിനെ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന VIPകൾക്ക് എല്ലാവിധ അഭിവാദനങ്ങളും. എൻജോയ് ദ ലൈഫ്. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ. താങ്ക് യു.